ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ സമാധാനം പുലർന്നു എന്ന് പറയുന്നുവെങ്കിലും എല്ലാ രാത്രിയിലും തലങ്ങും വിലങ്ങും ഇറാന്റെ തലയ്ക്ക് മുകളിലൂടെ മിസൈലുകൾ പായുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ പത്രങ്ങളിലെല്ലാം തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചു, ഇറാൻ തിരിച്ചടിച്ചു, അല്ലെങ്കിൽ ഇറാൻ ഡ്രോൺ ഇറക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും സമാധാന കരാർ ട്രംപ് ഒപ്പിട്ട ശേഷവും യാതൊരു സമാധാനവും ഇല്ലാത്ത സമാധാന കരാറാണ് നിലവിൽ വന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് ദോഹയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്താൽ എന്താണെന്ന് വിചാരിച്ച് ഇവരെല്ലാവരും കൂടെ നേരെ ദോഹയിലേക്ക് പോകുന്നത്. ഇപ്പോഴിതാ ആ സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ പറയുന്നു ഞങ്ങൾ ഒരു യോഗത്തിലും പോകുന്നില്ല എന്നാണ് ഇറാൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ US-ഉം ഇറാനും തമ്മിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. US ഇറാൻ പ്രതിനിധികൾ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഇറാന്റെ ഈ ഞെട്ടിക്കുന്ന പ്രസ്താവന അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദുർബലമായ സമാധാന കരാറിന്റെ ജീവനാഡിയെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾ കടന്നു പോകുന്നതിനെ ചൊല്ലി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലാൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒരു കരാർ ഒപ്പിട്ട സമയത്താണ് ഈ മുഴുവൻ സംഭവം പുറത്തു വന്നത്. മിഡിൽ ഈസ്റ്റിലെ മഹായുദ്ധം ഇപ്പോൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നതായി തോന്നി. എന്നാൽ പെട്ടെന്ന് ഹോർമൂസിലെ കപ്പലുകളുടെ നീക്കത്തെക്കുറിച്ച് ഒരു പുതിയ തർക്കം ആരംഭിച്ചു. ഇതിന് മറുപടിയായി US ഇറാനിയൻ നഗരങ്ങളിൽ കനത്ത ബോംബാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.